ഹലോ, നമ്മൾ പറയാൻ വേണ്ടി ഒരു സോങ് റിവ്യൂ ആണ്. വേറൊന്നുമല്ല, നിവിൻ പോളി, ഡിജസ് ആന്റണി, അനശ്വരാജൻ, ധ്യാൻ ശ്രീനിവാസൻ തുടങ്ങിയ കൂടുതൽ ചിത്രമാണ് മലയാളം ഫ്രം ഇന്ത്യ. അവൻ്റെ സോങ് റിലീസ് ചെയ്തതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ പറയാൻ വേണ്ടി പോകുന്നത്. നമ്മുടെ ചാനൽ തരത്തിൽ ആദ്യമായിട്ട് തന്നെയാണ് ഒരു സോങ് റിവ്യൂവിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നത്. കാരണം ഈ സോങ് കണ്ടപ്പോൾ എനിക്കെന്തോ അതിനെക്കുറിച്ച് സംസാരിക്കാൻ തോന്നി, ഈ ചിത്രത്തെക്കുറിച്ച് സംസാരിക്കാൻ തോന്നി. കാരണം ഓരോ വ്യക്തികളും കാത്തിരിക്കുന്ന ചിത്രം തന്നെയായിരിക്കും, അല്ലെങ്കിൽ കാത്തിരിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ചിത്രത്തിലുണ്ട്. നമുക്കെന്തെങ്കിലും ഡിജസ് ആന്റണി ഇതിൻ്റെ ഡയറക്ഷൻ ചിത്രം നമുക്കറിയാം. അത് മുൻ ചിത്രം ജനഗണമന തന്നെയായിരുന്നതിന് മുമ്പ് ക്യൂൻ എന്ന് പറഞ്ഞ ചിത്രം തന്നെയാണ്. രണ്ടും ഗംഭീരമായുള്ള ഹിറ്റ് തന്നെയാണ്. അപ്പോൾ തൻ്റെ കഥാപാത്രത്തിന് എത്രത്തോളം പ്ലേസ് കൊടുക്കുമെന്ന് ഡിജോയ്ക്ക് അറിയാം. അത് തീർച്ചയായിട്ടും നിവിൻ പോളിക്കും കിട്ടുന്നത് യാതൊരു സംശയമില്ല. അപ്പോൾ തന്നെ ഒരു കുറച്ച് മുന്നേ പ്രൊമോ വീഡിയോ സോങ് ഒക്കെ ഇറങ്ങിയിരുന്നു. എൻ്റെ പ്രൊമോ ഒരു കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ അതിൽ തന്നെ പറയുന്നുണ്ട്, അനശ്വര നിവിൻ ഇഷ്ടമാണെന്ന് പറഞ്ഞ ഭാഗത്ത് കാണിക്കുന്നുണ്ട്. കൃഷ്ണ ഐ ലവ് എന്ന് പറയുന്ന കൂടെ കളവാന്ന് വിളിക്കുന്നുണ്ട്. അങ്ങനെയാണ് തന്നെ എൻ്റെ ഒക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ ആ കുറച്ച് പോർഷൻസാണ് ഈ പാട്ടിൻ്റെ തുടക്കത്തിൽ ഭാഗമായി കാണിച്ചിട്ടുള്ളത്. പിന്നെ കൃഷ്ണയുടെ പിന്നാലെ നടക്കുന്ന ഭാഗമായിട്ട് കാണിച്ചിട്ടുള്ളത്. സപ്പോർട്ടിംഗ് ആയിട്ട് നിവിൻ കാരണം ഒരുപാട് അടി കിട്ടാൻ ചാൻസ് ഉള്ള കഥാപാത്രം തന്നെയായിരിക്കാം ധ്യാൻ ശ്രീനിവാസൻ തോന്നുന്നു. കാരണം ഇതിൻ്റെ എൻഡിൽ കാണിക്കുന്നുണ്ട്. ഏകദേശം 4 മിനിറ്റാണ് സോങ് ഉള്ളൂ. എങ്കിൽ പോലും നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് രംഗങ്ങളുണ്ട്, കോമഡി രംഗങ്ങളുണ്ട്, ഡയലോഗുണ്ട്, എല്ലാം കാര്യങ്ങളുണ്ട്. കൊണ്ട് തന്നെ ഗംഭീരമായിട്ടുള്ളൊരു കോമഡി പടം തന്നെ കാര്യത്തിൽ യാതൊരു സംശയമില്ല. മലയാളി ഫ്രം ഇന്ത്യ എന്ന ചിത്രം മറ്റൊരു പ്രത്യേക ചിത്രം റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് മെയ് 1-ാം തീയതിയാണ്. മലയാള സിനിമ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു ചിത്രം പുതുരാഴ്ച റിലീസ് ചെയ്യാൻ വേണ്ടി പോവാണ്. അത് 1-ാം തീയതി എന്ന പ്രത്യേകത മലയാളി ഫ്രം ഇന്ത്യ എന്ന് പറഞ്ഞ ചിത്രത്തിലുണ്ട്. പിന്നെ ഡിജസ് അതിനെക്കുറിച്ച് ഞാൻ പറയാതെ തന്നെ നമുക്കറിയാലോ, അദ്ദേഹത്തിൻ്റെ ഒരു ക്വാളിറ്റി അതെന്തായാലും ഇത് പ്രതീക്ഷിക്കുന്നു. കാരണം ഗംഭീരമായി തന്നെ തിരിച്ചത് തന്നെ ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു. നിവിൻ പോളി കാരണം മലയാള സിനിമ പ്രേമികൾ ആദരിക്കുന്ന ഒരു കാര്യം തന്നെ നിവിൻ്റെ ഒരു തിരിച്ചറിവ്. തീർച്ചയായിട്ടും നിവിൻ്റെ ഒരു തിരിച്ചറിവ് തന്നെ ഇതിലുണ്ടാകുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഗംഭീരമായി തിരിച്ചു തന്നെയായിരിക്കും. കാരണം അദ്ദേഹത്തിനെ പറ്റിയൊരു സോണാണ് കോമഡി. ആ കോമഡി സോൺ തന്നെ ഇതിലും ഉണ്ടാകുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം അദ്ദേഹം സേഫ് സോണുള്ള ഒരു കഥാപാത്രമാണ് ഈ ചിത്രം ചെയ്യാൻ വേണ്ടി പോകുന്നത്. കൂടുതൽ എഫക്റ്റോ കാര്യങ്ങളൊന്നും തന്നെയില്ല. കോമഡി കുറിച്ച് നമുക്കറിയാം. നിവിൻ്റെ ടൈമും കാര്യങ്ങളൊക്കെ ഗംഭീരമായി തെരഞ്ഞെട്ടിക്കും. വെറും എൻ്റെ പ്രൊമോ പോലെ സോങ് കണ്ടപ്പോൾ ഞാനിങ്ങനെ പറയണമെങ്കിൽ എത്രത്തോളം ചിത്രത്തിൽ ഉണ്ടാകുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഗംഭീരമായുള്ള കോമഡി, ഒരു കുടുകുടാ ചിരിക്കാനുള്ള സകല വകകളും നമ്മുടെ മലയാളം ഫ്രം ഇന്ത്യയിൽ ഉണ്ടാകുന്ന കാര്യത്തിൽ 100% ഉറപ്പ് തന്നെയാണ്. പിന്നെ കട്ടക്ക് നിൽക്കുന്ന ധ്യാൻ ശ്രീനിവാസൻ ഉണ്ട്. കാരണം ധ്യാൻ ശ്രീനിവാസൻ്റെ ഒരു ഇൻ്റർവ്യൂ സ്റ്റാർ എന്നുള്ള ആ ചിത്രപ്പേര് മാറാൻ ഉള്ള ചാൻസ് വളരെ കൂടുതലാണ്. കാരണം കഴിഞ്ഞ ദിവസം ഇറങ്ങിയ ട്രെയിലർ വർഷങ്ങൾക്ക് ശേഷം നമ്മളത് തെളിയിച്ചാണ്. അതുപോലെ തന്നെ മറ്റൊരു ചിത്രം മലയാളി ഫ്രം ഇന്ത്യയിൽ വരാൻ വേണ്ടി പോകുന്നുണ്ട്. കാരണം ട്രെയിലർ കണ്ടപ്പോൾ കോമഡി ഇപ്പന്മാരല്ല കോമഡി ചെയ്ത് ഗംഭീരമാണെങ്കിൽ അത് യാതൊരു സംശയമില്ല. കാരണം നിവിൻ്റെ കട്ട ചങ്കായിട്ടാണ് ധ്യാൻ ശ്രീനിവാസൻ വരാൻ വേണ്ടി പോകുന്നത്. ഗോപി എന്ന കഥാപാത്രമാണ് നിവിൻ പോളി ചെയ്യുന്നത്. ധ്യാനിൻ്റെ പേര് ഓർക്കുന്നില്ല, അല്ലെങ്കിൽ പുറത്തു വിട്ടില്ല തോന്നുന്നു. അപ്പോൾ നിവിൻ പോളി കാരണം ധ്യാൻ ശ്രീനിവാസന് ഒരുപാട് ചിത്രങ്ങൾ ഇതിൽ ഒരുപാട് അടികൾ കിട്ടുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം ഈ പാട്ടിന് അവസാനിക്കുമ്പോൾ പൈസ താഴെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ രണ്ടുപേരും പെങ്ങളെ കെട്ടി തെരുമോ കളിയ എന്ന് പറഞ്ഞ ആ പാട്ട് പാടിയിട്ടാണ് ഇതിൻ്റെ എൻഡ് കൊണ്ട് അവസാനിപ്പിച്ചിട്ടുള്ളത്. എന്നിട്ട് പറയുന്നുണ്ട് പൈസ ഒന്നും തരുമെന്ന് പറയുന്നുണ്ട്. ആ പാട്ടിൽ എന്താ പറയുക പങ്കെടുത്ത കുറേ ആൾക്കാർ ധ്യാനം അടിക്കുന്നത്, അങ്ങനെയാണ് പാട്ട് അവസാനിച്ചിട്ടുള്ളത്. കാരണം ആ ബാങ്ക് കാണുമ്പോൾ തന്നെ എപ്പോഴും ഓർമ്മയിൽ ചിരി അവസാനിക്കുന്നില്ല. കാരണം അത് നല്ല രീതിയിൽ തന്നെ പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത്. എന്തായാലും പാട്ട് കാണാത്തത് നമ്മുടെ യൂട്യൂബിൽ ലഭ്യം തന്നെയാണ്. കൃഷ്ണ എന്ന് പറഞ്ഞുള്ള സോങ് എന്തായാലും കൃഷ്ണയുടെ പിന്നാലെ നടക്കാൻ പറ്റിയ നല്ലൊരു സോങ് തന്നെയാണ്. അപ്പോൾ ആരൊക്കെയാണ് മലയാളം ഫ്രം ഇന്ത്യക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മെയ് 1-ാം തീയതി ഞാനും റെഡി തന്നെയാണ് ചിത്രം കാണാൻ വേണ്ടിയിട്ട്. എന്തായാലും ആരൊക്കെ കാണുന്നത് നേരത്തെ പറഞ്ഞപ്പോൾ തന്നെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമ്മുടെ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ എന്ന കാര്യം പരിഗണിക്കുക. വീണ്ടും പുതിയ വീഡിയോ കാത്തിരിക്കുന്നതായിരിക്കും. ബൈ ഫ്രണ്ട്സ്.